ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള ഡോക്ടർമാരുടെ സംഘം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ചുവന്ന പെട്ടിയിലാണ് 22-കാരിയായ ദുർഗാകാമയുടെ ദുർഗാകാമയെ കാത്തിരിക്കുന്ന തുടിക്കുന്ന ഹൃദയം ഉള്ളത്. ഈ ഹൃദയം ഇവിടെ നിന്ന് 3 മിനിറ്റ് സമയം മാത്രം മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് എയർ ആംബുലൻസിലേക്ക് എത്തുവാൻ ആ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർമാരുടെ സംഘം ഈ കേസ് ഓട്ടോയുടെ വാഹനത്തിൽ കയറുകയാണ്. അവർക്ക് അകമ്പടിയായി പോലീസിന്റെ ഒരു പൈലറ്റ് വാഹനം ആ ചുവന്ന പെട്ടിയിൽ അത് കാത്തിരിക്കുന്നത് വഹിച്ചുകൊണ്ടുള്ള എയർ ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ പുറപ്പെടും. ഇതാ ആ ചുവന്ന പെട്ടിയിലാണ് ഹൃദയമുള്ളത്. രാജ്യത്ത് ആദ്യമായി ഒരു സർക്കാർ ജനറൽ ആശുപത്രി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കാൻ പോവുകയാണ്. അതിവേഗം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ഇടവട്ടം ചിറക്കൽ സ്വദേശി ഷിബുവിന്റെ ഹൃദയം ഇതാ എയർ ആംബുലൻസിലേക്ക് മാറ്റുകയാണ്. ഡോക്ടർമാരുടെ സംഘം വാഹനത്തിൽ ഇതാ എയർ ആംബുലൻസിനടുത്തേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് പോകും. ശരി, തലസ്ഥാനത്ത് നിന്ന് ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ് എയർ ആംബുലൻസിലൂടെ. നിർണായകമായ മണിക്കൂറുകളാണ് ഇനി കടന്നു പോകുന്നത്. കൊല്ലം ഇടവട്ടം ചിറക്കൽ സ്വദേശി ഷിബു, അദ്ദേഹം വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ചയാളാണ്. നമുക്ക് ഇതാ എയർ ആംബുലൻസിനടുത്തേക്ക് ആ വാഹനം, കേസ് ഓട്ടോയുടെ വാഹനം എത്തിയിരിക്കുകയാണ്. അതിവേഗം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. റഹീസ് റഷീദും ഗോപാൽ ഷീലാസനിലും അലി അക്ബർ ഷായും ശരണം തുടരുന്നുണ്ട്. ഇതാ വാഹനം അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. എയർ ആംബുലൻസിനടുത്തേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ ചുവന്ന പെട്ടി, ഡോക്ടർമാർ വഹിച്ചുള്ള ആ ചുവന്ന പെട്ടിയിലാണ് ഷിബുവിൻ്റെ ഹൃദയമുള്ളത്. ശസ്ത്രക്രിയ ഏതാണ്ട് 2 മണിക്കൂറോളം എടുത്താണ് പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നതാണ്. റഹീസ്, ഇപ്പോൾ ഇതാ എയർ ആംബുലൻസ് പുറപ്പെടാൻ പോവുകയാണ്. തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു കേസ് ഓട്ടോയുടെ വാഹനം. അവിടെ നിന്ന് എയർ ആംബുലൻസിലേക്ക് മാറ്റി ഉടൻ തന്നെ പുറപ്പെടും അല്ലേ? വിനിത, വാഹനം എത്തി, ഹൃദയമായിട്ടുള്ള വാഹനം എത്തി. എയർ ആംബുലൻസിന്റെ സമീപത്ത് ഇതാ ആംബുലൻസിലേക്ക് കയറ്റി കഴിഞ്ഞു. വന്ന് ഇറങ്ങി ഏതാണ്ട് ആശുപത്രിയിൽ നിന്ന് 2 മിനിറ്റ് മാത്രമാണ് സമയമെടുത്തത്. എയർ ആംബുലൻസിലേക്ക് ഷിബുവിൻ്റെ ഹൃദയം കയറ്റി. ഇനി കൂടെയുള്ള ഡോക്ടർമാർ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 3 പേരായിരിക്കും ഒപ്പം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. 2 ഡോക്ടർമാരും ഒപ്പം അവരെ സഹായിക്കാനുള്ള ആശുപത്രിയിലെ മറ്റൊരു സ്റ്റാഫും, അങ്ങനെ 3 പേരായിരിക്കും അകത്തേക്ക് കയറുക എന്ന് മനസ്സിലാക്കുന്നു. 2 പേർ ഇതിനകം അകത്തേക്ക് കയറി, 3ാമത്തെ ആളും കയറിയിട്ടുണ്ട്. പൈലറ്റ് നേരത്തെ തന്നെ തൊട്ട് മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് എയർ ആംബുലൻസ് പോയാൽ മാത്രം മതി. ഏറ്റവും മിനിമം 45 മിനിറ്റ് കൊണ്ട് എത്തും എന്നാണ് പൈലറ്റുമാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എയർ ആംബുലൻസ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത് വാഹനത്തിനകത്തേക്ക് ഹൃദയം കയറ്റിയതിനു ശേഷം മാത്രമേ ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്യൂ എന്നാണ് അവർ അറിയിച്ചിരുന്നത്. അതനുസരിച്ചാണെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി അകത്തേക്ക് കയറാനുള്ള 2 ഡോക്ടർമാരും ഒപ്പം മറ്റൊരു സ്റ്റാഫും അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി പൈലറ്റിന് അതിനകത്തുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ഗ്രൗണ്ടിൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ എയർ ആംബുലൻസ് ഇപ്പോൾ ഇവിടെ നിന്ന് പറന്നുയരും. ഇത് നേരെ കൊച്ചി ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള ഹയാത്തിലെ ഹെലിപ്പാഡിലാണ് ഇറങ്ങുക. 45 മിനിറ്റ് വേണം എന്നാണ് കണക്ക് കൂട്ടുന്നത്. മറ്റ് കാലാവസ്ഥയൊക്കെ അനുകൂലമാണ് എന്ന് പൈലറ്റുമാരോട് കുറച്ച് സമയം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു.